രവേട്ടിനെ കുറച്ചു ദിവസമായി കണ്ടില്ല. നിൽക്കൂ, വല്ല കുഴപ്പമുണ്ടായോ? മണ്ണാർക്കാട് ഞാൻ പുതുതായി വാങ്ങിയ 250 ഏക്കറിൽ റബ്ബർ പ്ലാന്റേഷന്റെ പണിയെടുക്കുകയായിരുന്നു. ഇവിടെ വന്നപ്പോ ചില ന്യൂസുകൾ കേട്ടു. രാധി അങ്ങനെ ഒരു ബുദ്ധിമോശം ചെയ്യില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചില്ല. ഇനി വിശ്വസിക്കുന്നതാ നല്ലത്. ആ അമ്മായി, ഞാനിവിടെ ഇല്ലായിരുന്നു. മണ്ണാർക്കാട് ഞാൻ പുതുതായി വാങ്ങിയ 250 ഏക്കറിൽ റബ്ബർ പ്ലാന്റേഷന്റെ പണി നടക്കുകയായിരുന്നു, ഞാൻ അറിഞ്ഞു. ഇനി ഇപ്പൊ രവി ആ പണിയൊക്കെ തീർത്തിട്ട് ഇങ്ങോട്ട് വന്നാ മതി. അല്ല അമ്മായി, ഒരു ന്യൂസ് കേട്ടു. അമ്മാവൻ എവിടെ? അമ്മാവനിവിടെ ഉണ്ട്. രവി പൊയ്ക്കോ, വെറുതെ അങ്ങേരുടെ വായി ഇരിക്കുന്നതും കൂടി കേക്കണ്ട. എന്തുണ്ടായി? എന്റെ ആങ്ങളയുടെ മോനെ കൊച്ചാക്കാൻ വേണ്ടി രവി പറഞ്ഞതൊക്കെ നുണയാണെന്ന് അങ്ങേര് അറിഞ്ഞു. അങ്ങേര് മാത്രമല്ല, ഞാനും കൂടെ പോയി എല്ലാം നേരിട്ട് കണ്ടു. എന്ത് കണ്ടു? കാണേണ്ടതൊക്കെ കണ്ടു. രാജേന്ദ്രൻ ഇവിടെ മാനേജർ മാത്രമല്ല, രാജാവാ രാജാവ്, അറിയോ? രവി ഇപ്പൊ വന്ന് നന്നായി. അമ്മാവ, ഞാൻ മണ്ണാർക്കാട് പുതുതായി വാങ്ങിയ 250 ഏക്കറിൽ റബ്ബർ പ്ലാന്റേഷന്റെ പണി നടക്കുകയായിരുന്നു. എങ്ങനെ അറിഞ്ഞു? പത്രത്തിലുണ്ടായിരുന്നു, ഓ, റേഡിയോയിലും പറഞ്ഞു. ആഹാ. എന്റെ രവി, നീ 250 3500 അങ്ങനെ എത്ര ഏക്കറിൽ വേണമെങ്കിൽ റബ്ബർ നട്ടോ, പക്ഷേ നട്ടാ പൊടിക്കാത്ത വിത്തുകൾ ഈ വീട്ടിൽ വരയ്ക്കണ്ട. അമ്മാവനിങ്ങനെ നീ എന്റെ പെങ്ങളുടെ മോനാന്നുള്ളതൊക്കെ ശരിയാ, എന്നാലേ ഈ നുണയന്മാരെ എനിക്ക് ഭയങ്കര വെറുപ്പാ. റബ്ബർ തോട്ടമുള്ളവർക്ക് കല്യാണം കഴിക്കാൻ പാടുള്ളുന്നുണ്ടോ രവേട്ടാ? പക്ഷേ റബ്ബർ തോട്ടമുള്ളവർക്ക് കല്യാണം കഴിച്ചുകൂടാന്നുണ്ടോ? റബ്ബർ ഉള്ളവൻ റബ്ബർ ഉള്ളവളെ കിട്ടുന്നത് നല്ലത്. റബ്ബറും തമ്മിൽ കല്യാണം. ഇവൾക്കും റബ്ബറില്ല, രാജേന്ദ്രനും റബ്ബറില്ല. അതുകൊണ്ട് ഇവര് തമ്മിലുള്ള കല്യാണം നടക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. അമ്മാവ, എന്തൊക്കെയായാലും എനിക്ക് രവേട്ടിന് അനുഗ്രഹം വേണം. ഇതിനൊക്കെ നീ അനുഭവിച്ചില്ലെങ്കിൽ നോക്കിക്കോടി. ആ, ചുമ്മാ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. എന്റെ കമ്പനിയിലെ ജീവനക്കാർ എങ്ങനെയൊക്കെ കഴിയുന്നുവെന്ന് ഞാൻ നോക്കണമല്ലോ. സാർ ഇത് ആദ്യമായിട്ടാ നോക്കുന്നത്. സമയം കിട്ടാഞ്ഞല്ലേ അപ്പക്കുട്ടാ. രാജേന്ദ്രൻ നാട്ടിൽ പോയിരിക്കല്ലേ? എന്തായി? ഓഫീസിൽ വെച്ച് ഇന്നലെ ചോദിക്കാവത്തില്ല. അവന്റെ കല്യാണം നിശ്ചയിച്ചു. നിശ്ചയിച്ചോ? എന്നിട്ട് ഇതുവരെ ഇൻവിറ്റേഷൻ ഒന്നും കണ്ടില്ല. അവൻ പറഞ്ഞത് ഇവിടുന്ന് ആരെയും ക്ഷണിക്കുന്നില്ലെന്ന്. അതെങ്ങനെ ശരിയാവുന്നത്? അതങ്ങനെ ശരിയായിക്കോളും. ഇതാകെ ചെറിയ മട്ടിലുള്ള ഒരു ചടങ്ങല്ലേ സാർ. ആയിക്കോട്ടെ, ഓഫീസിലുള്ള മറ്റലവലാദികളൊന്നും ക്ഷണിക്കണ്ട. പക്ഷെ ഞാൻ വരാതെ പറ്റുകയല്ലോ. അങ്ങനെ സാറിനെ മാത്രം ക്ഷണിച്ച ആളുകൾക്ക് സംശയാവും. എന്ത് സംശയിക്കാൻ? അല്ല, ഇപ്പൊ അവൻ മാനേജർ ആയപ്പോ തൊട്ട് തന്നെ ആളുകൾക്ക് പല പല സംശയങ്ങളാ. സാറിനെ പറ്റി ഒന്നാമത് ഓഫീസിൽ വളരെ മോശ അഭിപ്രായമാണല്ലോ. ഒരു സാരി എടുത്ത് കമ്പേ ചുറ്റിയ സാർ അതിന്റെ പുറകെ പോകും എന്ന് ആളുകൾ പറയുന്നത്. അത്രയ്ക്ക് മോശ അഭിപ്രായമാണ് എന്നെ പറ്റി? അത്രയ്ക്ക് മോശമല്ല, എന്നാലും വളരെ മോശ അഭിപ്രായമാണ് സാർ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, അവൻ കല്യാണം കഴിഞ്ഞ് പോരട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം. അത് ശരിയാവില്ല. അപ്പുക്കുട്ടൻ ചിലതൊക്കെ എന്നോട് ഏറ്റവുകൊണ്ടാണ് ഞാൻ അവനെ പിടിച്ച് മാനേജാക്കിയത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് ഉള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയാം. സാർ, അത് വൃത്തികേടല്ലേ സാർ? നമുക്ക് കല്യാണത്തിന്റെ അന്ന് ഇവിടെ ഒരു റിസപ്ഷൻ നടത്തണമെന്നും പറഞ്ഞ് പെണ്ണിനെയും കൊണ്ട് ഇങ്ങ് പോരൂ എന്ന് പറയാം. അതുപോലെ റിസപ്ഷനല്ലേ നല്ലത്? അപ്പോ നമ്മൾ കല്യാണത്തിൽ പോകണ്ട? റിസപ്ഷനല്ലേ കല്യാണത്തെക്കാൾ നല്ലത്? എന്നാ അങ്ങനെ ചെയ്യാം. അക്കാര്യം അവനെ അറിയിച്ചേക്ക്. ഗംഭീരമായ ഒരു ഹോട്ടൽ, ഗംഭീരമായ റിസപ്ഷൻ. ഹോട്ടലാണ് നല്ലതല്ലേ? എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. എന്താ സാർ? ഒരു സന്തോഷം, ഒരു സന്തോഷം. ഇടത് കാല് വെച്ച്, അല്ലല്ല വലത് കാല് വെച്ച് എല്ലാവരും കയറിക്കോളൂ, കയറിക്കോളൂ. അതെ, കൊച്ചു കള്ള തൃപ്തിയായല്ലോ. കുട്ടി, ഇവനെ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടേക്കണേ കമ്പനിയിലേക്ക്. കമ്പനിയിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു മനസമാധാനവും ഇല്ല. തൽക്കാലം അതൊന്നും ഓർമ്മിക്കേണ്ട. ഓർമ്മിച്ചാൽ അത് ഫസ്റ്റ് മിനിറ്റിനെ ബാധിക്കും. ഞാനേ എനിക്ക് ഉച്ചവരെ ലീവ് ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് സ്ഥലം വിടുകയാണ്. അല്ലെങ്കിലും അപ്പുക്കുട്ടൻ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോ ബിസിയാണല്ലോ. വിട്ടോ വിട്ടോ വിട്ടോ. അതെ മിസ്സസ് രാജേന്ദ്രൻ, സംഭവ ബഹുലമായ ഒരു ആദ്യരാത്രി ആശംസിക്കുന്നു. ഹലോ, മീ ടു ലീവ്. ആളൊരു പ്രത്യേക ടൈപ്പാ. കല്യാണത്തിന് ഞങ്ങളെയൊന്നും വിളിച്ചില്ലല്ലേ? പറ്റില്ല. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ.
സാർ എന്നെ ഒരുപാട് തവണ അന്വേഷിച്ചെന്ന് അപ്പുക്കുട്ടൻ നായർ പറഞ്ഞു. നാട്ടിൽ പല പല പ്രശ്നങ്ങളായിരുന്നു സാർ. വരാൻ വൈകിയതിൽ ക്ഷമിക്കണം. ക്ഷമിക്കില്ലേ സാർ? ഇല്ല. താനെന്ത് മനുഷ്യനാടോ? എന്റെ കമ്പനി മാനയുടെ കല്യാണം കഴിച്ചിട്ട് ദിവസം എത്രയായി? മാരേജ് കപ്പിളിന് എത്രയും പെട്ടെന്ന് റിസപ്ഷൻ കൊടുക്കാന്നുള്ളത് കമ്പനി ബൈലോയിൽ പറഞ്ഞിട്ടുള്ളതാ. അറിയാവോടോ തനിക്ക്? എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു സാർ. എന്നാ ഇപ്പൊ അറിഞ്ഞല്ലോ. ഇന്ന് തന്നെ റിസപ്ഷൻ അറേഞ്ച് ചെയ്യാൻ പോവാ. ഇന്നോ? ഇന്നും ബുദ്ധിമുട്ടാണ്. എന്ത് ബുദ്ധിമുട്ട്? ശരി, എനിക്ക് നാളെ ആക്കാം. നാളെയും ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാ ഞാൻ ഭാര്യയെ കൂടെ കൊണ്ടുവന്നില്ല സാർ. വാട്ട് ഡു യു മീൻ? എന്റെ ഭാര്യ ഭാര്യ രോഗശയ്യയിലാണ് സാർ. എന്താ എന്താ? ആകാംക്ഷ കൊണ്ട് ഞരമ്പുകൾ തളരുന്ന ഒരുതരം രോഗം, ആൻസൈറ്റിക്കോ ന്യൂറോട്ടോമ. അങ്ങനെ ഒരു രോഗമുണ്ടോ? ഡോക്ടർ അങ്ങനെയാ പറഞ്ഞത്. എന്നിട്ട് കിടപ്പില, മരുന്ന് കഴിക്കുന്നു. കഷ്ടമായി പോയല്ലോ. എങ്കിൽ നമുക്ക് തന്റെ വീട് വരെ ഒന്ന് പോകാം. തന്റെ ഭാര്യയുടെ രോഗം അന്വേഷിക്കേണ്ടത് എന്റെ കൂടെ കടമയാണല്ലോ. അത് നടക്കില്ല സാർ. എന്ത് നടക്കില്ലെന്ന്? സന്ദർശകരെ അനുവദിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഞാൻ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. അല്ല, ഞാൻ രോഗിയുടെ അടുത്തേക്കൊന്നും പോകുന്നില്ല. ജനൽ കൂടിയെങ്കിലും ഒരു നോക്ക് കണ്ടേച്ച് പോരാമല്ലോ. പക്ഷെ അവൾ കിടക്കുന്ന മുറിക്ക് ജനലേ ഇല്ല സാർ. ഓ, ടെറസ് വീടാണോ തന്റെ? അല്ല സാർ, ഓടിട്ടതാ. എങ്കിൽ മോന്തായത്തെ കയറി ഓട് നീക്കി ഞാൻ രോഗിയെ കണ്ടോളാം. എന്താ? താനിപ്പോ പോ, നമുക്ക് പിന്നെ കാണാം. താങ്ക് യു സാർ. പിന്നെ ഞാൻ ഈ ഓഫീസിൽ വീണ്ടും പ്യൂണായിട്ട് വന്നാൽ മറ്റുള്ളവർ പരിഹസിക്കും. അതുകൊണ്ട് ഞാൻ മാനേജറായിട്ട് തന്നെ മുൻപോട്ട് പോയിക്കോട്ടെ സാർ. താൻ എങ്ങനെ വേണമെങ്കിലും പോയിക്കോളൂ, എനിക്ക് പ്രശ്നമല്ല. ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇതിന് എന്ത് മൈലേജ് കിട്ടുന്നുണ്ട് സാർ? അക്കാര്യം സംസാരിക്കാനല്ല തന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. അല്ല, വന്ന സ്ഥിതിക്ക് ചോദിച്ചേ ഉള്ളൂ. ഈ പൊട്ടങ്കളി എന്റെ അടുത്ത് വേണ്ട. എന്നത്തേക്ക് റിസപ്ഷൻ അറേഞ്ച് ചെയ്യാൻ പറ്റും? ഇത് ചോദിക്കാനാണോ ഇത്രയും പെട്രോൾ കത്തിച്ച് ഇവിടം വരെ വണ്ടി ഓടിച്ചു വന്നത്? എന്റെ വണ്ടി, എന്റെ പെട്രോള്, എത്ര ദൂരം ഓടിക്കണം എന്നുള്ളത് എന്റെ ഇഷ്ടം. അല്ല, ഈ പെട്രോൾ എഞ്ചിൻ മാറ്റി ഡീസൽ ആക്കണം സാർ. എന്തുമാത്രം പണം ലാഭിക്കാം. എടുത്തോ. അവന്റെ ഭാര്യക്ക് എന്താ അസുഖം? എന്തെങ്കിലും കാണും. നുണയാണ്. ചിലപ്പോ ആയിരിക്കും. രോഗിയെ ഞാൻ ചെന്ന് നോക്കാമെന്ന് പറഞ്ഞപ്പോ അവൻ വഴുതി കളഞ്ഞു. അല്ലെങ്കിൽ അവനോട് എന്താ സംസാരിക്കാൻ? താൻ പറ. താനാണല്ലോ എനിക്ക് വാക്ക് തന്നത്. സാർ, ഈ റിസപ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിന് നമുക്ക് നല്ലൊരു ദിവസം നോക്കണ്ടേ? എടോ, കല്യാണത്തിനല്ല റിസപ്ഷൻ ആണെങ്കിൽ നല്ല സമയം നോക്കൂ. സാറിന് അറിയാഞ്ഞിട്ടാ കല്യാണത്തിനല്ല ഇപ്പൊ റിസപ്ഷൻ ആളുകൾ നല്ല ദിവസം നോക്കുന്നത്. ഈ വർഷം കൊള്ളാവുന്ന ഒരൊറ്റ നല്ല ദിവസം ഇല്ല സാർ. നമുക്ക് അടുത്ത വർഷം നോക്കാം. അപ്പൊ കുട്ടാ, എന്തോ? എന്റെ ഫാദർ മരിക്കുമ്പോ കണ്ടോത്തുപടി റോഡിൽ ഒരു 2 നില കെട്ടിടം ആകെ എനിക്ക് കിട്ടിയത് അതാ. വേറൊന്നും കിട്ടിയില്ല? ബാക്കിയെല്ലാം ഞാൻ തന്നെത്താൻ ഉണ്ടാക്കിയതാ. ആ എന്നെ അല്ലെങ്കിൽ സാറ് ബഹുമെടുക്കനാ. എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. റിസപ്ഷൻ നടത്തിയില്ല ഞാൻ പിരിച്ചുവിടും. അതൊക്കെ സാറിന്റെ ഇഷ്ടം. ഏതായാലും കല്യാണം കഴിഞ്ഞല്ലോ, സാർ അവരെ പിരിച്ചുവിട്ടോളൂ. എനിക്ക് കുഴപ്പമില്ല. അവനെ അല്ല, തന്നെ. നാളെ വന്ന് ഡിസ്മിസ് ലോറും കോമ്പൻസേഷൻ വാങ്ങിച്ചോളൂ. അതിന്റെ സീരിയസ്നെസ് സണ്ണിക്കുട്ടി മനസ്സിലാക്കണം. നീ ഇവിടെ ഇരുന്ന് ഉല്ലസിക്കുകയാണല്ലേ? അപ്പൊ കുട്ടാ, ഇത് ഗാമ ഗാർമെന്റ്സിന്റെ മാനേജർ സണ്ണിക്കുട്ടി. ഞങ്ങൾ കുറച്ച് മാനേജേഴ്സ് ചേർന്ന് ഒരു അസോസിയേഷൻ ഉണ്ടാക്കുന്ന കാര്യത്തെ പറ്റി സംസാരിക്കായിരുന്നു. ഞങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണമല്ലോ. മാനേജരോ? നീയോ? നാളെ ഓഫീസ് ചെല്ലും നിന്റെ കസേര അവിടെ കാണില്ല. എന്റെ ഫ്രണ്ടാ, ഭയങ്കര ഹ്യൂമർ പാർട്ടിയാ. എന്റെ സ്വഭാവം എടുപ്പിക്കരുത്. എത്രയും പെട്ടെന്ന് ഭാര്യയെ വിളിച്ചോണ്ട് വന്ന് റിസപ്ഷൻ നടത്തിയില്ലേലുണ്ടല്ലോ. നമുക്ക് പിന്നെ സംസാരിക്കാം. അല്ല, എനിക്കിപ്പൊ സംസാരിക്കണം. വേണ്ട 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 വേണ്ട. ഇനി ഒരു രഹസ്യമില്ല. ഞാൻ എന്റെ അടിത്തറ ഇളകി നിൽക്കുക. എന്റെ ജോലിയും പോയ മട്ട. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, കൊല്ലും. അത്രേ ഉള്ളൂ. പോയി വിളിച്ചോണ്ട് വാടാ നിന്റെ ഭാര്യയെ. പബ്ലിക് സ്ഥലമാണ്, നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്കിപ്പോ ഒരു തീരുമാനം അറിയണം. സണ്ണിക്കുട്ടി. ഏത് സണ്ണിക്കുട്ടി? പോടാ പോടാ നിന്റെ
വെറുതെ വെറുതെയല്ല. എന്റെ ദൈവമാണത്. അംബിക ചിട്ടി പണ്ടിന് ചിട്ടി പിടിച്ചപ്പോ എനിക്ക് വേണ്ടി ജാമ്യം തന്നു സാറാ. അത് നിനക്ക് അറിയൂടാ. വേണ്ട നാരായണ, നീ കുത്തി അവൻ ചത്താ ചിലപ്പോ ഞാനും ജയിലിൽ കിടക്കേണ്ടി വരും. മനസ്സിലായല്ലോ എന്നോട് കളിച്ചാൽ പ്രശ്നമാണെന്ന്. ഓഹോ, കാര്യങ്ങൾ അത്രത്തോളമായല്ലേ? എന്നെത്തെല്ലാം ഗുണ്ടകളെ കൊണ്ട് നടക്കാറായോ? നമ്മളും അവരെ പോലെ ചെറ്റയാവാൻ പാടില്ലല്ലോ. തമാശ കളിച്ചങ്ങ് സീരിയസ് ആയി. എന്താ സാറേ പ്രശ്നം? ഏതാണ് തണ്ടി? എന്റെ ഒരു ഫ്രണ്ട് തണ്ടിയാ. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നവരാ. എന്നിട്ടാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചു പോകുന്നതാണല്ലോ. ഞങ്ങൾ രണ്ടുപേരും ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക. എന്ത് പ്രശ്നം? എന്ത് പ്രശ്നമാണെങ്കിലും എന്നോട് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇതൊരു വല്ലാത്ത പ്രശ്നമാണ്. പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളാണല്ലോ. അതുകൊണ്ടാണല്ലോ പ്രശ്നം എന്നുള്ള വാക്കന്നെ ഉണ്ടായത്. പക്ഷേ എന്റെ അനുഭവത്തിൽ പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമില്ല. ഞാനുണ്ട്, സാറ് കാര്യം പറ. ഒക്കെ വിശദമായിട്ട് പറയാൻ വാ. റിസപ്ഷന് ഡേറ്റ് ഫിക്സ് ചെയ്തോളാൻ എംഡിയോട് പറഞ്ഞു. വേലിയിൽ കിടക്കുന്നത് എടുത്തു പോയില്ലേ, അതിനുള്ള പ്രതിവിധി ഞാൻ തന്നെ കണ്ടു. പക്ഷെ 7000-ഓളം രൂപ ചെലവ് വരും. ഈ തുക ജീവൻ പോയാലും ഞാൻ സംഘടിപ്പിച്ചു തരുന്ന പ്രശ്നമില്ല. റിസപ്ഷനോ? അതെങ്ങനെ നടക്കും? നിന്റെ ഭാര്യയെന്ന് തോന്നിക്കുന്ന ഒരു പെണ്ണിനെ ഇന്ന് കണ്ട നാരായണൻ ഏർപ്പാടാക്കി തരും. തന്ത്രം കുതന്ത്രം അതിന്റെ പര്യായമാണ് ഈ അപ്പുകുട്ടൻ. നല്ല കിളി കിളി പോലൊരു പെണ്ണ്. നിന്റെ ഭാര്യയല്ലെന്ന് ഒരുത്തനും പറയില്ല. എംഡി അവൾക്ക് പ്രസന്റ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ എന്ത് വേണേലും ചെയ്യട്ടെ, അത് നമ്മുടെ പ്രശ്നമല്ല. ഐഡിയ കൊള്ളാം, പക്ഷെ പിടിക്കപ്പെട്ടാൽ നെവർ. റിസപ്ഷൻ കഴിഞ്ഞാൽ നിന്റെ യഥാർത്ഥ ഭാര്യയും വ്യാജ ഭാര്യയും ഒരിക്കലും രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നില്ലല്ലോ. അതൊക്കെ എനിക്ക് വിടും. രൂപ 7000-ന്റെ കാര്യം എങ്ങനെ പരിഹരിക്കും? അതിനുള്ള വഴി ഞാൻ എങ്ങനെയും കണ്ടുപിടിച്ചോളാം. ചമ്മലൊന്നും വേണ്ട. തന്റെ ഭാര്യയുടെ ആഗ്രഹമല്ലേ. നല്ലൊരു നെക്ലസ് ഇല്ലാതെ ഒരു നവവധുവിന് ഒരു റിസപ്ഷനിൽ എങ്ങനെ പങ്കെടുക്കാൻ പറ്റും? ന്യായമായ ആവശ്യമല്ലേ? ക്ഷമിക്കണം സർ, എന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ടാണ്. അതെനിക്കറിയാം. പണമില്ലാത്തവരോട് പണ്ട് മുതലേ എനിക്ക് ഭയങ്കര സഹതാപമാണ്. അവർക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും. പക്ഷേ ഈ പണമില്ലാത്തവര് അനുസരണക്കേട് കാണിക്കരുത്. അപ്പൊ എന്റെ സ്വഭാവം മാറും. ഞാൻ തന്റെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. താൻ മിടുക്കനല്ലേ. പിന്നെ എനിക്ക് ഈ സിറ്റിയില് ബംഗ്ലാവുകളും ഫ്ലാറ്റുകളും ഒക്കെ ഉണ്ട്. താൻ നേരെ നിൽക്കുകയാണല്ലേ, അതിലേതെങ്കിലും ഒന്നിൽ തനിക്കും തന്റെ ഭാര്യയ്ക്കും കൂടെ താമസിക്കാം. എന്താ? അതിനെന്താ സർ, ഞാൻ ആലോചിച്ച് മതി, ധൃതിയില്ല. ഏതായാലും ഇന്നത്തെ റിസപ്ഷൻ നമുക്ക് കലക്കണേ കേട്ടോ. ഈ ഓഫീസിലുള്ള മറ്റാരോടും ഈ റിസപ്ഷന്റെ കാര്യം പറയണ്ട കേട്ടോ. അയ്യോ സർ, ഞാൻ എല്ലാരെയും ക്ഷണിച്ചു പോയി. തൊലച്ചല്ലോടോ താന്. സാരമില്ല, നമുക്ക് മാനേജ് ചെയ്യാം. ചെല്ല്, നെക്ലേസ് വാങ്ങിക്കൊടുക്ക. ശരി സർ. നിർത്തുന്നു. ആളിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിലും ഇറങ്ങി വരാൻ പറ. അകത്തോട്ട് പോട്ട്, ആരും കാണണ്ട. ഇനി ഇറങ്ങി വന്നേ. എന്താ പേര്? സജിത. നല്ല പേര്. ഊരും പേരും ഒക്കെ പിന്നെ ചോദിക്കാം. ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ട, അകത്തോട്ട് കയറി. അകത്തോട്ട് കയറി. നാരായണൻ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. അടക്കുമ്പോഴ ആളുകൾ കൂടുതൽ സംശയിക്കും. ആ മുറിയിൽ സാരിയും ബ്ലൗസും മുല്ലപ്പും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് നന്നായി അണിഞ്ഞൊരുക്കൂ. രാത്രി ഒത്തിരി വൈകുവോ? 7 മണി തൊട്ട് 1 മണിക്കൂർ. 8 മണിക്ക് സ്ഥലം കാര്യാക്കാം. നല്ല കുട്ടിയല്ലേ. നിന്റെ ഭാര്യ എന്നല്ല എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ പോലും ആളുകൾ വിശ്വസിക്കും. ഒരുമാതിരി മറ്റേടുത്ത വർത്താനം പറയേണ്ട സമയമല്ലത്. എന്റെ ഉള്ളിൽ തീയാണ്. നീ പോയി ഡ്രസ് ചെയ്താട്ടെ. നിങ്ങൾ പുറത്തുമില്ല, അകത്ത് വെയിറ്റ് ചെയ്യ്. കതവ് തുറക്കാൻ അടക്കണ്ട.
ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഹലോ. ഹാർട്ട്ലി വെൽക്കം മിസ്സസ് രാജേന്ദ്രൻ. താങ്ക് യു. ഞങ്ങളുടെ അന്നദാതാവ്, പ്രിയങ്കരനായ മാന്യനായ ഞങ്ങളുടെ MD. നമസ്കാരം. വരൂ പ്ലീസ്. ഇരിക്കും മിസ്സസ് രാജേന്ദ്രൻ. താങ്ക് യു. ഇന്ന് നമുക്ക് അതിഥികൾ അധികമില്ല. ഏറ്റവും പ്രിയപ്പെട്ട അതിഥി വന്നെത്തിയല്ലോ. ആളുകളൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. അതുവരെ വേണമെങ്കിൽ എന്റെ മുറിയിൽ പോയി റെസ്റ്റ് ചെയ്യാം. ഇവിടെ മതി സാർ. മിസ്റ്റർ ആൻഡ് മിസ്സസ് രാജേന്ദ്രന് വേണ്ടി ഒരു ഹണിമൂൺ സൂട്ട് വേറെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരിക്കാം. വേണ്ടി വരില്ല. കുടിക്കാൻ എന്താണ് വേണ്ടത്? ബിസ്ക്കറ്റ് ഉണ്ട്. അവിടെ ഇരിക്കാം. ഇപ്പൊ ഒന്നും വേണ്ട. മുഖസ്തുതിയല്ല മിസ്സസ് രാജേന്ദ്രൻ, ഞാൻ പ്രതീക്ഷിച്ചതിൽ എത്രയോ സുന്ദരിയാണ്. താങ്ക് യു സർ. റിസപ്ഷൻ വേഗം കഴിഞ്ഞിരുന്നെങ്കിൽ വേഗം അങ്ങ് പോകായിരുന്നു. ഫീൽ അറ്റ് ഹോം മിസ്റ്റർ രാജേന്ദ്രൻ. അപകടം വരൂ. ഹലോ. ഇതെന്റെ കീഴിൽ അല്ല കൂടെ വർക്ക് ചെയ്യുന്നവരാ. നാൻസി, ശ്രീപ്രിയ, Hello. രജനി, Hello. രാമേന്ദ്രൻ. Hello. വൈഫാ. അപ്പോ എങ്ങനെയാ പൂക്കുട്ട ഈ പദ്ധതികൾ? ഒന്ന് മാത്രം സാർ ഓർമ്മിക്കുക. എന്തൊക്കെയായാലും അവനവളെ കല്യാണം കഴിച്ചിട്ട് അധിക നാളായിട്ടില്ലല്ലോ സാർ. ആ കുട്ടിക്ക് ഞാൻ സൂചനകൾ കൊടുത്തിട്ടുണ്ട്. അവള് പറഞ്ഞത് പെരുമാറ്റം കൊണ്ടും സൗന്ദര്യം കൊണ്ടും സാറിന് ഇഷ്ടപ്പെട്ടാൽ. ഞാൻ എന്താ സുന്ദരനല്ലേ? സൂട്ടിട്ടത് കൊണ്ട് മാത്രമായില്ലല്ലോ, അന്തസ്സോടെ പെരുമാറാൻ പഠിക്കണം. സാർ ആക്രാന്തം കാണിക്കരുത്. അവളെ സാർ ഇംപ്രസ് ചെയ്താലേ രക്ഷയുള്ളൂ. മറ്റൊരുത്തിന്റെ ഭാര്യയല്ലേ സാർ? പിന്നെ അത് ഞാൻ മനസ്സിലാക്കുന്നു. ഇംപ്രസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. രാജേന്ദ്രനും അപ്പക്കുട്ടനും എതിർക്കാതിരുന്നാ മതി. ബാക്കിയെല്ലാം ഞാൻ ഏറ്റു. വരൂ വരൂ വരൂ. മിസ്സസിന് എന്താ കൊണ്ടുവരാഞ്ഞത്? എന്നോട് വരാന്ന് പറഞ്ഞിരുന്നാണല്ലോ. അവർക്ക് നല്ല സുഖല്ലേ? അതെയോ? നന്നായിരിക്കട്ടെ. ഹായ്. ഹലോ. കൺഗ്രാറ്റുലേഷൻസ്. ഓഹ് താങ്ക് യു. ഏത് കോളേജിലാ പഠിച്ചത്? NRS യൂണിവേഴ്സിറ്റിയിൽ, പിന്നെ മണിപ്പാലിലേക്ക് മാറി അല്ലേ? എന്താ സബ്ജക്ട്? ഇംഗ്ലീഷ്, പിന്നെ സയൻസ് ആയി. എന്റെ പ്രിയപ്പെട്ട ജീവനക്കാരിലെ എത്തിയല്ലോ. വെൽക്കം ടു ഓൾ ഓൺ ബിഹാഫ് ഓഫ് മിസ്റ്റർ ആൻഡ് മിസ്സസ് രാജേന്ദ്രൻ, എസ്പെഷ്യലി മിസ്സസ് രാജേന്ദ്രൻ, ദ വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ അട്രാക്ഷൻ ഓഫ് ദി ഡേ. ഗിവ് ഹർ എ ബിഗ് ഹാൻഡ്. എൻജോയ് യുവർസെൽസ്. കോക്ടെയിൽ സംവിധാനമുണ്ട്, മ്യൂസിക് ഉണ്ട്, ഡിന്നർ ഉണ്ട്. ഓരോന്നിനും താല്പര്യമുള്ളവർക്ക് ആ വഴിക്ക് തിരിയാം. Cheers. അതെന്താ ഫോട്ടോ ഫ്ലാഷ് അടിക്കുന്ന കണ്ണിന് കേടാം. മാറ്റ് മാറ്റ്. ആ കോട്ടിട്ട് കിടക്കുന്ന ആളുടെ പടം എടുത്തോളൂ. ഇഷ്ടം പോലെ ചെല്ലിയല്ലോ, എടുത്തോളൂ. കൊളവാക്കോ? പേടിക്കണ്ട, ആ ഫിലിം ഞാൻ അടിച്ചു മാറ്റിക്കോളാം. രാജേന്ദ്രൻ ചെല്ലു, ചെന്നൊരു പാട്ട് പാടൂ. ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഇതുപോലുള്ള ഫംഗ്ഷനൊക്കെ നായകന്മാർ പാടുന്നത്? ഇന്നത്തെ നായകൻ രാജേന്ദ്രനല്ലേ? ചെല്ലു. എനിക്ക് പാട്ട് അറിയില്ല സർ. അറിയാവുന്ന പോലെ പാടൂ. എല്ലാം നമ്മുടെ ആൾക്കാരല്ലേ. കമോ. ഞാൻ ഇതുവരെ പാടിയിട്ടില്ല സർ. നോ നോ, പാടാൻ പറഞ്ഞാൽ പാടണം. ചെല്ലു. വരൂ വരൂ വരൂന്ന്. പ്ലീസ് ബി സീറ്റഡ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാം തുറന്നു പറയൂ. ഒന്നിനും അപ്പുകൂട്ടം ചെന്ന് ഒരു ഡ്രിങ്ക് കഴിക്കൂ. മിസ്സസ് രാജേന്ദ്രന് ഞാൻ കമ്പനി കൊടുക്കാം. ഞാൻ ഫോറിൻ ലിക്കർ കഴിക്കാറില്ല, നാടനാ. ഇന്ന് കുടിക്കണം. ചെന്ന് കുടിക്കണോ? രാജേന്ദ്രൻ പുതുതായി വാങ്ങിത്തന്ന നെക്ലസ് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ചേരുന്നുണ്ട്. ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞ്